പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ശുശ്രൂഷകളുടെ അധ്യക്ഷം വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടൈറ്റസ് ജോസഫ് അവറുകൾ ഈ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷ ആശീർവദിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള കർത്താവിൻ്റെ വലിയേറിയ ദാസൻ ഫെലോഷിപ്പ് ചർച്ച് ഓഫ് ഗോഡ്, പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറി ആയും രാജ്കോട്ടിന് പൊതുവെ ബഹുമാന്യനുമായ കർത്താവിൻ്റെ ദാസൻ റവറൻ ടി കെ ജോസഫ് അവറുകൾ, എൻ്റെ കൂട്ടുപ്രവർത്തകരായ വേദിയിലും സമൂഹത്തിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ ദൈവദാസന്മാർ, പ്രത്യേകിച്ച് ഇന്നത്തെ പ്രധാന അതിഥികളായി ഈ സ്റ്റേജിൽ ഭൂഷണരായിരിക്കുന്ന മോബിൻ ടിനിമോൾ, ഈ പ്രിയപ്പെട്ടവർക്കും മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞങ്ങളുടെ വാത്സല്യ സഹോദരി സാലിയുടെ വാത്സല്യ മകൻ മോബിൻ്റെ വിവാഹം ഈ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. അതിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി വാത്സല്യ ഞങ്ങളുടെ മോനച്ചൻ്റെ ഭാഗത്തു നിന്നും സാലിയുടെ ഭാഗത്തു നിന്നും കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവദാസന്മാരൊക്കെ ഇവിടെ വന്ന് ഈ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട്. ചുരുക്കം ചില വാചകങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഈ കുഞ്ഞുങ്ങളുടെ വിവാഹം ഈ വേദിയിൽ വെച്ച് നടത്തപ്പെടുമ്പോൾ അടിസ്ഥാനപരമായി 3 കാര്യങ്ങളാൽ ഈ കുഞ്ഞുങ്ങൾ യോജിപ്പിക്കപ്പെടുകയാണ്. ഒന്നാമത്തെ കൺസെപ്റ്റ്, ദൈവം യോജിപ്പിക്കുന്നു. രണ്ടാമത്, ഒരു പ്രമാണത്താൽ ഇവർ ഇരുവരും യോജിപ്പിക്കപ്പെടുന്നു. സമയച്ചുരുക്കൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കും. മൂന്നാമതായി, കർത്താവിന് വലിയ ദാസൻ ദൈവ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഇവരുടെ വലങ്കരങ്ങൾ ചേർത്ത് പിടിച്ച് ഇവർ ദൈവസന്നിധിയിൽ അന്യോന്യം ഉഭയസമ്മതത്തിൻ്റെ വാചകങ്ങൾ ചൊല്ലി അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. എനിക്ക് മുമ്പ് ദൈവത്തിൻ്റെ വചനം സംസാരിച്ച് കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ, പരീശന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയായി, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അവർ ഇരുവരും ഒന്നായി തീരുമെന്നും ഒരു ദേഹമായി തീരുമെന്നും, അങ്ങനെ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിച്ചുകൂടാ. ഇത് സനാതനമായൊരു സത്യമാണ്. ഈ സത്യം മുൻനിർത്തി ദൈവം ഈ കുഞ്ഞുങ്ങളെ യോജിപ്പിക്കുകയാണ്. വിവാഹം ഈ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പുരാതനമായ ഒരു സ്ഥാപനമാണ് കുടുംബം. ഇത് സ്ഥാപിച്ചത് യഹോവയായ ദൈവമാണ്. ദൈവവചനത്തിൽ നമുക്ക് അങ്ങനെ വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവം ആദം, ഹൗവ ഈ പ്രിയപ്പെട്ടവരെ തൻ്റെ കരങ്ങൾ കൊണ്ട് യോജിപ്പിച്ച് കുടുംബം സ്ഥാപിച്ചു. അന്ന് മുതൽ ദൈവത്തിൻ്റെ വചനത്തിൽ, എബ്രായ ലേഖനത്തിൽ വായിക്കുന്ന ഒരു വാക്യം, വിവാഹം എല്ലാവർക്കും മാന്യം. അപ്പൊ മാന്യമായൊരു കാര്യം ഇവിടെ നടക്കുകയാണ്. ഈ മാന്യമായ കാര്യം ഇവിടെ നടക്കുവാൻ കാരണം കുടുംബജീവിതത്തിൻ്റെ സ്ഥാപകൻ ദൈവമായതുകൊണ്ട് ഈ സ്റ്റേഡിയത്തിൽ അല്ലെങ്കിൽ ഈ പാർട്ടി പോർട്ടിൽ അദൃശ്യനായ ദൈവത്തിൻ്റെ കണ്ണും ദൈവത്തിൻ്റെ സാന്നിധ്യവും നിറഞ്ഞു നിൽക്കുന്നു എന്ന് വിശ്വസിക്കാൻ നമുക്ക് വകയുണ്ടോ? ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യൂ. നാം ഈ സ്റ്റേഡിയത്തിൽ കടന്നു വന്നിരിക്കുന്നത് മസിൽ പിടിച്ചിരിക്കാനല്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ രണ്ടുപേരുടെയും ഈ ലോകത്തിലെ അവരുടെ ആയുസ്സിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ദിനമാണ് ഇന്ന് അവർക്ക് ലഭിച്ച ഈ ദിനം. അവർ രണ്ടുപേരും ചിരിച്ചുകൊണ്ടിരിക്കണം. ടിനിമോൾ നന്നായി ചിരിക്കണം, മോബിൻ കുറയാതെ ചിരിക്കണം. രണ്ടുപേരും ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചിരിക്കും. അത് ദൈവത്തിന് ഇഷ്ടമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ലോകത്തിൽ ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന് താൻ പോകുന്നത് വരെ ചിരിച്ചിട്ടില്ല. എന്നാൽ യേശു തമ്പുരാൻ കരഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. ഇവിടെ നടക്കുന്ന സകല സന്തോഷ പരിപാടികളിലും
ദൈവത്തിന് സന്തോഷമാണ്. ഇന്ന് ഈ സ്റ്റേഡിയത്തിന് മുകളിൽ സ്വർഗം തുറക്കപ്പെടുന്നു. കർത്താവിന്റെ ദാസന്മാർ ഒരുമിച്ച് ചേർന്ന് ശുശ്രൂഷ നടത്തുമ്പോൾ മാലാഖമാർ ഇതിനു ചുറ്റും കാവലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ നടക്കുന്ന ഈ ശുശ്രൂഷയ്ക്കുള്ളിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് ഈ കുഞ്ഞുങ്ങൾ യോജിപ്പിക്കപ്പെടാൻ പോകുന്നത്. ബലഹീനരായ ദൈവദാസന്മാരുടെ കരങ്ങളല്ല ഇവർ യോജിപ്പിക്കുന്നത്, ദൈവം യോജിപ്പിക്കുന്നു. ഒന്നാമത്തെ കൺസെപ്റ്റ്. രണ്ടാമത്തെ കൺസെപ്റ്റ്, ഒരു പ്രമാണത്താൽ ഇവർ യോജിപ്പിക്കപ്പെടുകയാണ്. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ സമയക്കുറവോട് ഞാൻ വായിക്കുന്നില്ല. ഭർത്താവുള്ള സ്ത്രീ ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു പ്രമാണത്താൽ ഇവർ ഇരുവരും യോജിപ്പിക്കപ്പെടുന്നു. അടുത്തത്, ഭർത്താവ് മരിച്ചുവെങ്കിൽ അവൾ ഭർതൃന്യായ പ്രമാണത്താൽ അവരുടെ ബന്ധനം അഴിയപ്പെടുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇരുവരും മനസ്സിലാക്കണം, നിങ്ങളെ യോജിപ്പിക്കുന്നത് ദൈവം തമ്പുരാനാണ്. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ആ നിറഞ്ഞു നിൽക്കുന്ന ദൈവം തന്റെ തീഷ്ണതയുള്ള കണ്ണുകൊണ്ട് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മരിച്ചവരെയും ജീവികളെയും ഒരുപോലെ ന്യായം വിധിക്കുവാൻ കഴിയുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ അടുക്കലുണ്ട്. നിങ്ങൾ ഇരുവരും കരം കൊടുക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇന്നലകൾ വരെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകലതും നിങ്ങൾ വിട്ടുകളയണം. എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ല, ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഉദാഹരണം പറയാം. ടിനിമോള് പറയാണ്, ഞാൻ കോളേജിൽ പഠിച്ചിരിക്കുന്ന കാലത്ത് പലരും എന്നെ നോട്ടമിട്ടതാണ്. ഞാൻ ചെരിപ്പൂരി അവരെ കാണിച്ചു അടിച്ചു കളയുമെന്ന് പറഞ്ഞു. അപ്പോൾ മോബിൻ പറയുകയാണ്, ഞാൻ പഠിക്കുന്ന കാലത്ത് ഇത് തന്നെയായിരുന്നു. പലരും എന്നോട് മോഹന വാഗ്ദാനങ്ങളൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു, മേലാൽ ഇനി മിണ്ടിപ്പോയകരുതെന്ന്. അങ്ങനെയുള്ള വാദ്യങ്ങളൊക്കെ കത്തിച്ച് നിങ്ങളുടെ ജീവിതം പാഴാക്കി കളയരുത്. ഇന്നലെ വരെയുള്ളത് നിങ്ങൾ മറക്കണം. ഇന്ന് മുതൽ കുടുംബം, പുതിയ കുടുംബം ഈ ഭൂമിയിൽ സംജാതമാകുകയാണ്. ഒരു കാര്യം കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം, ജൂബിലി കൊണ്ടാടിയ പല കുടുംബങ്ങളും ഇവിടെയുണ്ട്. നമ്മളൊക്കെ 25 വർഷത്തെ ജൂബിലി കൊണ്ടാടിയിട്ടില്ലേ? ജൂബിലി വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടില്ലേ? 50 വർഷത്തെ ജൂബിലി കഴിഞ്ഞവർ ഇവിടെ കാണുമായിരിക്കും. കുറഞ്ഞ പക്ഷം 25 വർഷം കഴിഞ്ഞ ജൂബിലി കഴിഞ്ഞ കുടുംബജീവിതം നയിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, പലരെയും വ്യക്തിപരമായി വിളിച്ച് കൗൺസിലിങ്ങിന് വേണ്ടി ഒന്ന് ചോദിച്ചാൽ പറയാം, എൻ്റെ പൊന്നു പാസ്റ്ററെ, കഴിഞ്ഞ 25 വർഷമായി ഞാൻ ഇതിനെ ചുമ്മിക്കൊണ്ട് നടക്കുക. പിന്നെ നിങ്ങളെല്ലാവരും കൂടെ കയ്യെ പിടിച്ച് പ്രമാണമൊക്കെ പറഞ്ഞ് തന്നതുകൊണ്ട് വേർപെടാനായിട്ട് കഴിയാതിരിക്കുക. ഒരു വല്ലാത്ത പരുവത്തിൽ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. നിങ്ങൾ അങ്ങനെ ആകരുത്. ഒരു വല്ലാത്ത പശ്ചാത്തലമാണ് ഈ കാലഘട്ടം. ഞാനൊരു കാര്യം പറയാം, ഒരു സർവേയിൽ ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, ഞാനങ്ങ് വിളിച്ച് പറയുക, 10% കുടുംബമേ പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കുന്നുള്ളൂ. 30% കുടുംബങ്ങൾ ഇന്ന് ഡിവോഴ്സ് വക്കിലാണ് നിൽക്കുന്നത്. കുടുംബ കോടതികളൊക്കെ ഒരുപാടായല്ലോ. എന്താ കാര്യം? ഒരുപാട് കുടുംബങ്ങൾ ഡിവോഴ്സിൽ വന്നു നിൽക്കുകയാണ്. 60% മാത്രം കുടുംബങ്ങൾ ഏതോ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കഴിഞ്ഞുകൂടുകയാണ്. ഇങ്ങനൊരു വല്ലാത്ത ലോകത്തിൽ, വല്ലാത്ത കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ ശിഥിലീകരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവരെ യോജിപ്പിക്കുന്നത് ദൈവമാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ദൈവത്തിന്റെ മുമ്പിൽ എടുക്കുന്ന ഉടമ്പടിയാണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും വെറുതെ അങ്ങ് കൈകൊടുത്ത് കുടുംബജീവിതത്തിൽ പ്രവേശിക്കുകയല്ല. സനാതനനായ ദൈവം എഴുതി വച്ചിരിക്കുന്ന, സനാതനമായി എന്നും ജീവിച്ചിരിക്കുന്ന പ്രമാണത്താലാണ് ഇവർ രണ്ടുപേരും യോജിപ്പിക്കപ്പെടുന്നത്. നിശ്ചയമായിട്ടും ഇവരെ ഒരു ഭർതൃന്യായ പ്രമാണം എന്നാണ് പറയുന്നത്. ഭർതൃന്യായ പ്രമാണം. ആ പ്രമാണത്താൽ ഇവർ രണ്ടുപേരും ഇന്ന് യോജിപ്പിക്കപ്പെടുന്നു. സമയം അതിക്രമിച്ചിരിക്കുന്നത് എനിക്കറിയാം. മൂന്നാമത്തെ ഒരു വാക്കൂടെ ഞാൻ പറയട്ടെ. മലാക്കി പ്രവചനത്തിൽ നമുക്കിങ്ങനെ വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താ അവിടെ പറയുന്നത്? 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഇവരെടുക്കുന്ന ഉഭയസമ്മതത്താൽ ഇവർ രണ്ടുപേരും യോജിപ്പിക്കപ്പെടുകയാണ്. പ്രിയരെ, ഞാൻ വാക്കുകളെ വേഗത്തിൽ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശുഭകരമായ ഒരു കുടുംബജീവിതത്തിന് വേണ്ടി സാക്ഷി നിൽക്കുവാനായിട്ട് ഞാനും നിങ്ങളും വന്നത്. ഇവിടെ നടക്കുന്ന ശുശ്രൂഷ കൊണ്ട് 4 കാര്യങ്ങൾ സ്ഥാപിക്കപ്പെടുന്നു. ഒന്ന്, 2 വ്യക്തികൾ തമ്മിൽ യോജിപ്പിക്കപ്പെടുന്നു. 2 കുടുംബങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്നു. 2 സഭകൾ തമ്മിൽ ബന്ധപ്പെടുന്നു. 2 ദേശങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്നു. ഇപ്പോൾ സാലിക്കും മോനച്ചനും ജാംനഗർ എന്ന് പറയുന്നത് ഒരു ഹരമാണ്. അത്രയും ഹരമൊന്നും ഇതിനു മുമ്പില്ലായിരുന്നു. ഇന്ന് മുതൽ ജാംനഗർ എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു ഹരമാണ്.
എന്ന് പറഞ്ഞാൽ അവരുടെ ബന്ധു വീട് അവിടെ ഉണ്ട്. സ്തോത്രം. ഇനി ജാംനഗർകാർ തിരിച്ച് രാജ്കോട്ടിനെ ഒത്തിരി ഓർക്കത്തില്ലെങ്കിൽ ഇനിയും ഇന്നു മുതൽ അവരെ ഓർക്കും, ഒരിക്കലും മറക്കത്തില്ല. എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ വീട് അവിടെ, എൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ താമസിക്കുന്നത് ഉണ്ടോ. 2 കുടുംബങ്ങൾ തമ്മിൽ ചേരുകയാണ്. എത്രയെത്ര ബന്ധങ്ങളാണ് ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. ഈ കുഞ്ഞുങ്ങൾ യോജിപ്പിക്കപ്പെടുമ്പോൾ എത്രയെത്ര കാര്യങ്ങൾ ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. പ്രിയരെ, നിശ്ചയമായിട്ടും ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവിന്റെ ദാസനെ ഓർപ്പിച്ച പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓർപ്പിക്കാനുള്ളത് വചനത്തിന് വലിയ സ്ഥാനമുണ്ട്. ഒരു കാര്യം ഇത് വിളിച്ചു പറയുന്നു, ഈ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഈ ശുശ്രൂഷകൾ വെറും നിഴൽ മാത്രമാണ്. എന്നാൽ സ്വർഗത്തിൽ ഒരു വിവാഹത്തിന് വേണ്ടി നമ്മൾ ഒരുക്കപ്പെടുന്നു. എന്താ കാര്യം അറിയാമോ? നമ്മുടെ ആത്മനാമണവാളനായ കർത്താവായ അതിൽ പ്രത്യക്ഷമാകുമ്പോൾ അവന് വേണ്ടി ഒരുക്കപ്പെട്ട വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട അവന്റെ സഭയെ, അവന്റെ കന്യകയെ, അവന്റെ വിശുദ്ധയെ ചേർക്കാൻ ആത്മമണവാളൻ വരുന്നു. അയാറിൽ വെച്ചൊന്നിച്ച് ചേർന്ന് കരം കൊടുത്ത് തന്റെ സഭയെ അത് തന്റെ മണവാട്ടിയായി ചേർക്കുന്ന സമയത്ത് എത്ര പേര് അതിൽ കാണുമെന്നുള്ളത് ഇന്ന് പകലിൽ ഈ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷ നടത്തുമ്പോൾ അവരവർ തീരുമാനിക്കേണ്ടതാണ്. അവർ ചെയ്യേണ്ട വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട് ദൈവവചനം അനുസരിച്ച് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഏതൊരു ഭക്തനും കർത്താവിന്റെ കന്യകയായി, വിശുദ്ധ കന്യകയായി മാറാൻ കഴിയും. അതിനായി സർവശക്തൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ ശുശ്രൂഷകൾ വളരെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ഈ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തിന് വേണ്ടതായ എല്ലാ ആശംസകളും എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ നോബിന്റെ ഭാഗത്തു നിന്നുള്ള അവനെ ആത്മീയ പൈതൃകത്തിൽ വളർത്തപ്പെട്ട, അതുപോലെ ടിനി ആത്മീയ പൈതൃകത്തിൽ വളർത്തപ്പെട്ട ഈ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തിന് വലിയ പറമ്പിൽ കുടുംബത്തിന്റെ എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു.